നമസ്കാരം. പണ്ട് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ സുഹൃത്തായ മറ്റൊരു കവിയോട് പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഞാൻ ചത്തു കഴിയുമ്പോൾ എൻ്റെ പേരിലൊരു അവാർഡ് ഉണ്ടാക്കി നീ എടുത്തോ. ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ പറ്റിയാണ് കടമ്മനിട്ട അത് പറഞ്ഞത്. UK പാർലമെൻറ്റ് പുരസ്കാരം വാങ്ങിയ ആരാധ്യയായ നമ്മുടെ തിരുവനന്തപുരം മേയറെ കണ്ടപ്പോഴാണ് കടമ്മനിട്ടയുടെ ആ ഫലിതം ഓർമ്മ വന്നത്. ആ പുരസ്കാരം ലഭിച്ചതോടെ ലോകമെങ്ങും ഇപ്പോൾ ശോഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ മേയറൂട്ടി. നഗരസഭയിലെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ കണ്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് മാടി വിളിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രനെ. ആര്യയ്ക്ക് കിട്ടിയിരിക്കുന്ന പുരസ്കാരം നിസ്സാരമൊന്നുമല്ല. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ. ഇവർക്കൊക്കെ ഇങ്ങനെ വിളിച്ച് സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും അവാർഡും നൽകുന്നതിന് പുരസ്കാര കമ്മിറ്റികൾ പുറം രാജ്യങ്ങളിൽ മത്സരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ അവാർഡ് ലഭ്യതയുടെ പടമെടുത്ത് മേയർ FBയിൽ പോസ്റ്റ് ചെയ്തതോടെ ശത്രുക്കൾ എന്തൊക്കെയാണ് അവരെപ്പറ്റി പറഞ്ഞാക്ഷേപിക്കുന്നത്. ഈ പുരസ്കാരവുമായി UK പാർലമെൻറ്റിന് യാതൊരു ബന്ധവുമില്ലത്രേ. ഏതോ ഇന്ത്യക്കാരൻ നടത്തുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പോലും അത്. ലണ്ടനിലോ ബർമിംഗ്ഹാമിലോ ഏതാണ്ട് താമസിക്കുന്ന 2 ശുക്ലമാരും ഒരു ഭട്ടാചാരിയുമാണത്രേ ഇതിൻ്റെ മുതലാളിമാർ. ഇന്ത്യയിലുള്ള സ്വയംഭോഗികൾക്കും അരിപ്രാഞ്ചുകൾക്കും നേതാക്കൾക്കും അവാർഡ് കൊടുത്ത് സുഖിപ്പിക്കുന്ന പുരസ്കാര ദാന കമ്പനിയാണത്. ആർക്ക് വേണമെങ്കിലും പണം കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന ഹൗസ് ഓഫ് കോമൺസ് വെന്യൂവിനെ പാർലമെൻറ്റാക്കി അവതരിപ്പിച്ചതാണത്രേ ആര്യമാടം. ലണ്ടനിലും ന്യൂയോർക്കിലും എന്നു വേണ്ട സകലയിടത്തും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും പുരസ്കാരം നൽകി സുഖിപ്പിക്കാനായി ആളുകൾ കാത്തുകെട്ടിക്കിടക്കുകയാണ്. മരുമകൻ അടുത്തിടെ പോയി കൊണ്ടുവന്ന അവാർഡിൻ്റെ പേര് കേട്ടാൽ തന്നെ നമ്മൾ രോമാഞ്ചം കൊള്ളും. പാറ്റ ഗോൾഡ് പുരസ്കാരം. ആരോഗ്യമന്ത്രിക്കാണെങ്കിൽ അവാർഡുകൾ വാങ്ങാൻ സമയമില്ലാതെ ഇപ്പോൾ നിരസിക്കുകയാണ്. എത്രയാണെന്ന് കരുതി ഇങ്ങനെ പോയി കൈനീട്ടി വാങ്ങും. ചുരുക്കി പറഞ്ഞാൽ UK പാർലമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അവാർഡ് കയ്യിൽ വെച്ചിട്ടാണ് അത് പൊക്കി കാണിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കണ്ടുകൊണ്ടുള്ള അതിവേഗ നഗരവൽക്കരണം നടത്തിയാണ് പുള്ളിക്കാരി പ്രശസ്തയായത്. പുരസ്കാര കമ്മിറ്റി അവരെ ആദരിച്ചത് നഗരസഭയുടെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണത്രേ. സഖാക്കളുടെ വികസനം കൃത്യമായി അവർ നടപ്പിലാക്കുന്നുണ്ട്. അതിനാണല്ലോ പണ്ടൊരു കത്ത് ആനാവൂർ നാഗപ്പന് നൽകിയത്. സഖാവേ, നമ്മുടെ എത്ര സഖാക്കളെയാണ് അവിടെ നിയമിക്കാനും തള്ളിക്കയറ്റാനുമുള്ളത്? ഇതായിരുന്നു ചോദ്യം. എന്തായാലും ആര്യ രാജേന്ദ്രന് കിട്ടിയ ഈ പുരസ്കാരം ചില്ലറയല്ല കമ്മികളെ ആഹ്ലാദ ചിത്തരാക്കിയത്. ആര്യക്കുട്ടി ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ്. ഈ മൊയലാളി പെൺപിള്ളേരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. വാങ്ങിക്കുന്നത് അടിയല്ലാതെ അവാർഡാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ കൈരളിയുടെ മാധ്യമപ്രവർത്തകയായ സുലേഖ ശശികുമാറിനെ അധിക്ഷേപിച്ചു എന്ന വിഷയത്തിലാണ് ഈ ഭീഷണി. കൈരളിയിലെ ആ പെൺപുലി രാജീവ് ചന്ദ്രശേഖരെ വിറപ്പിച്ചത്രേ. മാധ്യമപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ നടപടിയിൽ DYFI ശക്തമായി പ്രതിഷേധിക്കുകയാണ്. എങ്ങനെയോ കുറേ കാശ് സംഘടിപ്പിച്ച് UK പാർലമെൻറ്റ് വാടകയ്ക്കെടുത്ത് സ്വന്തമായി പുരസ്കാരം ഒപ്പിച്ചെടുത്ത ആര്യ പെൺസിംഹമല്ലേ? അല്ലെങ്കിൽ തന്നെ CPMലുള്ള ഏതു വനിതയാണ് പെൺപുലികളും സിംഹികളും അല്ലാത്തത്? ആഹാ, എന്തൊരു മാധ്യമ സ്നേഹമാണെന്നോ കമ്മികൾക്കിപ്പോൾ. അതും കൈരളിയിലെ മാപ്രയ്ക്കെതിരെ BJP അധ്യക്ഷൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെങ്ങനെ സഹിക്കും? ഒരു യുവതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്നാണ് അവരുടെ ചോദ്യം. അടുത്ത് വിളിച്ച് തോളിൽ കൈവച്ചാൽ കുറ്റം, ആട്ടിയാൽ കുറ്റം. സുരേഷ് ഗോപി വാത്സല്യത്തോടെ ഒരുത്തിയുടെ തോളിലൊന്ന് തട്ടിയതിന് എന്തെല്ലാമായിരുന്നു പണ്ട് കേട്ടത്. മാനം പോയി, അവമാനിച്ചു, ഒരു പെണ്ണാണെന്ന് ഓർക്കണ്ടേ, വഷളത്തമല്ലേ എന്നൊക്കെയായിരുന്നു. അതിന് കേസുമായി. വ്യാകരണമോ വാക്ചാതുരിയോ മലയാള ഭാഷാ പാണ്ഡിത്യമോ ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് നീ എന്നും നിങ്ങളെന്നും പറയുന്നതിൻ്റെ വ്യത്യാസമൊന്നും അറിയില്ല. പുള്ളി എങ്ങനെയൊക്കെയോ ഓരോ വാക്കും പറഞ്ഞൊപ്പിക്കുന്നു എന്ന് മാത്രം. അതും പിന്നിൽ നിന്ന് BJPക്കാർ പ്രോംപ്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങളെന്നതിന് പകരം നീ ആയിപ്പോയി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചില്ലറയല്ല ആര്യ രാജേന്ദ്രൻ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലോ റഷ്യൻ പാർലമെൻറ്റിലോ പോയി അതിനുള്ള പുരസ്കാരവും വാങ്ങണം. വിജയരാജ കുലോത്തുങ്കൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടിയപ്പോഴും മാധ്യമപ്രവർത്തകരെ നികൃഷ്ട ജീവികളായി കരുതുമ്പോഴും ചാച്ചി ഉറക്കത്തിലായിരുന്നു. പാലക്കാട്ടൊരു CPM നേതാവ് കൃഷ്ണദാസ് ഇറച്ചിക്കടയ്ക്ക് മുമ്പിലെ പട്ടികളെന്നാണ് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ വിളിച്ചത്. P ജയരാജനാണെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിലെ ഷാജഹാനെ എടുത്തിട്ട് കുമിറ്റിയ കഥ ഇപ്പോഴും ഓർക്കുന്നു. സുലേഖ ശശികുമാർ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പെൺപുലിയായി പിറവിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ജ്വലിച്ചു നിന്ന പെൺപുലി ടീച്ചർ അല്പമൊന്ന് തണുത്തിട്ടുണ്ട്.
നിലാവ് കണ്ട് പട്ടികൾ കുരയ്ക്കുമെന്ന് പറഞ്ഞിട്ടും KM ഷാജഹാൻ അടങ്ങുന്നതേയില്ല. നിലാവുണ്ട് എന്ന് തന്നെയാണ് പുള്ളിയുടെ വിശ്വാസം. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ നീയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചാൽ പെൺപുലികൾ പിറക്കുകയായി. സുരേഷ് ഗോപി പരാതിക്കാരെ അവഹേളിച്ചാൽ 10,000 രൂപ കിട്ടുകയായി. ആനന്ദവല്ലി എന്നൊരു സ്ത്രീയെ സുരേഷ് ഗോപി അധിക്ഷേപിച്ചതോടെ 1.25 ലക്ഷം കൊടുക്കാനുള്ള ബാങ്ക് അവർക്ക് 10,000 രൂപ നൽകി കണ്ണീര് തുടച്ചു. സുരേഷ് ഗോപി അധിക്ഷേപിച്ച കൊച്ചുവേലായുധന് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ കുറ്റിയടി തുടങ്ങിയോ എന്തോ. എന്തായാലും ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് സത്യമാകാനാണ് സാധ്യത. BJP മൊയലാളി അടി വാങ്ങാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. CPMലെ തുമ്പോലർച്ചയാണ് ആര്യ രാജേന്ദ്രൻ. പറഞ്ഞാൽ പറഞ്ഞതാണ്. അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ അകത്ത് കയറിയ പോലെയല്ല ആര്യ രാജേന്ദ്രൻ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെ വരെ ഭേദിച്ചയാളാണ്. KSRTC ബസ് ഡ്രൈവർ വിരലിൻ്റെ തുമ്പ് കാണിച്ചു എന്ന് പറഞ്ഞ് അയാളെ വഴിയിൽ തടഞ്ഞ് പണി തെറിപ്പിച്ച പുള്ളിയാണ്. ആ ബസ്സിലെ മെമ്മറി കാർഡ് ഏത് വായിൽ പോയെന്ന് ഇപ്പോഴും അറിയില്ല. പാർക്കിങ്ങിന് സ്ഥലം കൊടുക്കാതിരുന്നതിനാൽ ഒരു പ്രായമായ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പണി തെറിപ്പിച്ചവളാണ്. CPMൻ്റെ കണ്ണിലുണ്ണിയായ ഞാൻ ലോകത്തിൻ്റെ എല്ലാം കണ്ണിൽ പൊൻകണിയാണെന്ന് വിശ്വസിക്കുന്ന ഇതുപോലെ കുറച്ച് മഹതികളുണ്ട് ഈ പ്രസ്ഥാനത്തിൽ. എന്തായാലും അടിമുന്നറിയിപ്പ് വന്നതോടെ രാജീവ് ചന്ദ്രശേഖറിനെ കാണാനില്ലത്രേ. സകല സഹകരണ സംഘങ്ങളെയും വിഴുങ്ങിയ CPMകാർ മറ്റെവിടെയെങ്കിലും ഒരാൾ കടത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താൽ കണ്ണീരൊപ്പാൻ ഒരിറക്കമുണ്ട്. ഇവർ കാരണം നശിച്ച് നാറാണക്കല്ല് വെച്ച ആയിരക്കണക്കിന് നിക്ഷേപകരെ കണ്ട മട്ടല്ലതാനും. BJP നേതാവല്ല ആരായാലും ഇങ്ങനെ അധിക്ഷേപിച്ചാൽ പ്രതിഷേധിക്കുക തന്നെ വേണം എന്ന് കരുതി ഒരു പാർട്ടിയുടെ അധ്യക്ഷന് പെൺപിള്ളേരുടെ തല്ല് വാങ്ങുമെന്നൊക്കെ പറയുന്ന അഹങ്കാരബോധം അധികപ്പറ്റല്ലേ. അതും ആരാധ്യയായ മേയർ. പിണറായി രാജാവ് മുതൽ ഗോവിന്ദനും SFIക്കാരും വരെ മാധ്യമപ്രവർത്തകരെ മാനിക്കുന്നതൊന്ന് കണ്ണു തുറന്ന് കാണണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മൂക്ക് ചോപ്പിക്കുന്ന ഒരു ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക ചോദിച്ചാൽ അവളെയും നിങ്ങൾ പെൺപുലി എന്ന് വിളിക്കുമോ? അപ്പോഴറിയാം കാര്യങ്ങളുടെ കിടപ്പ്. കൈരളിയുടെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിനു വേണ്ടിയുള്ള അന്വേഷണമാണ്. സ്വദേശാഭിമാനിക്ക് ശേഷം ഇത്രയും ധാർമ്മിക മൂല്യം പുലർത്തുന്ന മാധ്യമപ്രവർത്തനം വേറെ എവിടെ കാണാൻ പറ്റും? അതുകൊണ്ടല്ലേ ഗോവിന്ദൻ പണ്ട് ചോദിച്ചത് കൈരളി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ. ഇതിലും വലിയ മുതലാളിമാരെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിയില്ല എന്നൊക്കെയാണ് തങ്ങളുടെ മാപ്രയെ അധിക്ഷേപിച്ച വിഷയത്തിൽ കൈരളിയിലെ ന്യൂസ് റീഡർ പെൺകുട്ടി പ്രതിഷേധിക്കുന്നത്. പാവങ്ങൾ. പിണറായി പോലും അങ്ങനെ പറയില്ല കുഞ്ഞെ. EP ജയരാജൻ പോലും മിണ്ടില്ല ഇങ്ങനെ. കാരണം EP-യുടെ കുടുംബത്തിൻ്റെ കൂട്ടുകച്ചവടം ഈ മൊയലാളിയുടെ കമ്പനിയുമായിട്ടാണ്. വലിയ മുതലാളിയായ അദാനിയെ വാസവൻ വിശേഷിപ്പിച്ചത് അവർ പാർട്ട്ണർ എന്നാണ്. മുതലാളിമാരെല്ലാം പിണറായി വിജയൻ്റെ മടിയിലിരിക്കുമ്പോഴാണ് വാർത്താവായനക്കാരി മുതലാളിമാരെ പുച്ഛിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ മിടുക്കിയാണെങ്കിൽ കൈരളി റിപ്പോർട്ടറെ അപമാനിച്ച രാജീവ് ചന്ദ്രശേഖരനെ കോർപ്പറേഷൻ്റെ പരിധിയിൽ കാലുകുത്തിക്കാൻ അനുവദിക്കരുത്. അതല്ലേ ഹീറോയിസം? അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി കാർ എടുത്തു പോയി അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞിട്ട് പറയണം പോകട്ടെ വണ്ടി ഡിപ്പോയിലേക്കെന്ന്.